നീ ഇത്ര കാലായിട്ട് തുറന്നില്ലേ? ഏയ് ഇല്ലടാ. എത്ര കാലായടാ? നിനക്ക് അവളോട് പറഞ്ഞൂടെ? അവൾക്കറിയാ. അത് പറ്റില്ല. ഓ പിന്നെ അവൾക്കറിയാത്ത പോലെ നിനക്ക് അവളോട് പറഞ്ഞൂടെ? ഇത് കാണുമ്പോ ഒരു സന്തോഷടാ. ഹലോ അങ്കിളെ, എന്തായി ഞാൻ പറഞ്ഞ കാര്യം? ഓക്കെ അങ്കിളെ, ഓക്കെ ഓക്കെ, ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. എടാ, നീ ആ കേസ് കേട്ടില്ലേ ഇതുവരെയായിട്ട്? കൊറേ നാളായില്ല ഒരു പ്രാന്തത്തിന് പിന്നാലെ വെറുതെ നടക്കണേ. നീ എന്ത് ചോദിച്ചാ? എനിക്ക് പ്രാന്താന്നാ? 6 മാസമായി ഇതിനെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. ഓ, ഇതിനെ പിന്നെ വട്ടുന്നല്ലാണ്ട് എന്താ പറയാ, ഒരു പ്രാന്തന്റെ പിന്നാലെ നടക്കാൻ. അവിടെയാണ് നീ ഞാൻ തമ്മിലുള്ള വ്യത്യാസം. നീയൊക്കെ അവനെ പ്രാന്തനായും കൊലപാതകമായിട്ടല്ലേ കണ്ടേ? പക്ഷെ ഇതൊന്നല്ലടാ സത്യം. എന്റെ ഒരു നിഗമനം ശരിയാണെങ്കിൽ ലച്ചുവിനെ കൊന്നത് അവനല്ല. നമ്മൾ കരുന്ന പോലെ അല്ലടാ അവന്റെ ജീവിതത്തിൽ നടന്നത്. എടാ, നിങ്ങൾക്കറിയാലോ, ഞാനും ധീരജും ചെറുപ്പം മുതലേ നല്ല കൂട്ടുകാരായിരുന്നു. ഞങ്ങൾ ഈ കോളേജിൽ വന്ന പിന്നെയാണ് നിങ്ങളായിട്ടും ലച്ചുവായിട്ടും ഒക്കെ കൂട്ടായത്. അതിൻ്റെ ഇടയിൽ ലച്ചുവും ധീരജും തമ്മിൽ ഭയങ്കര ഇഷ്ടത്തിലായി. ഈ കോളേജിന്റെ മെയിൻ ഒരു ഗ്യാങ് ആയിരുന്നു ആന്റണി ആൻഡ് ഗ്യാങ്. അവരായിരുന്നു ഈ കോളേജിൽ ഡ്രഗ്സ് സപ്ലൈ ചെയ്തത്. ഇത് കണ്ട ലച്ചു കോളേജിൽ റിപ്പോർട്ട് ചെയ്തു. ആ ദേഷ്യത്തിൽ ആന്റണി ലച്ചുവിനെ കൊന്നുകളഞ്ഞു. ഇത് കണ്ടുവന്ന ധീരജ് മാനസിക നില ആകെ തെറ്റി തകർന്നു. എല്ലാ തെളിവുകളും ആന്റണി ധീരജിനെതിരാക്കി ധീരജിനെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചു. പക്ഷേ മാനസിക നില തെറ്റിയതിനാൽ ധീരജിനെ കോടതി വെറുതെ വിട്ടു. ആ ദിവസം ആന്റണിയും ഗ്യാങ്ങും കാറപകടത്തിൽ മരണപ്പെട്ടു. ഈ സംഭവത്തിന് ശേഷം ധീരജിന്റെ സ്വഭാവത്തിൽ നല്ലോണം മാറ്റങ്ങൾ വന്നു തുടങ്ങി. എന്റെ സംശയം ശരിയാണെങ്കിൽ മരിച്ചുപോയ ആന്റണി ഇന്നും അവന്റെ ഉള്ളിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ നീ പറഞ്ഞു വരുന്നത് അവന് പ്രാന്താണെന്നാണോ? പോടെ പൊട്ട, ഇത് പ്രാന്തൊന്നല്ല, ഇത് മറ്റേ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡറാ. ഏതാ? മറ്റേ അന്യൻ സിനിമയിലുള്ള പോലെയാണോ? ഇത് പ്രാന്താണെങ്കിലും മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെങ്കിലും എനിക്ക് എന്റെ കൂട്ടുകാരന്റെ ജീവൻ രക്ഷിക്കണം. അവൻ ഈ നാട്ടുകാരുടെ മുന്നിൽ കൊലപാതകമല്ല എനിക്ക് തെളിയിക്കണം. ചേട്ടാ, ചേട്ടനോട് എനിക്ക് പേഴ്സണലായിട്ടൊരു കാര്യം പറയാനുണ്ട്. എന്ത്? നീ പറ. നമ്മുടെ ധീരജില്ലേ, അവന്റെ ജീവിത അപകടത്തിലാ. നീ എന്തീ പറയണേ? ചേട്ടാ, നിങ്ങൾ കരുതുന്നത് പോലെ അവനൊരു പ്രാന്തും കോപ്പൊന്നല്ല. പിന്നെ അതൊരു അസുഖ. അതിന്റെ പേരാണ് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ. മറ്റേ അന്യൻ സിനിമയിലുള്ള അതല്ല. നീ എന്തീ പറ? ചേട്ടാ, അതിന് പല സ്റ്റേജ് ഉണ്ട്. ഇപ്പൊ അവൻ ഫസ്റ്റ് സ്റ്റേജിലാണ് നിൽക്കണം. നമുക്കിപ്പോ ചികിത്സിച്ച് കഴിഞ്ഞാൽ മാറ്റാൻ പറ്റും. എന്റെ അങ്കിളൊരു സൈക്കാട്രിസ്റ്റ് ആണ്. ചേട്ടൻ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. എനിക്ക് അവനൊന്ന് ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് കിട്ടണം. അത് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നാ നാളെ പോവല്ലേ? എടാ ധീരജ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നീ എൻ്റെ ഒപ്പം നിൽക്കോ? എന്നാ ഞാൻ നിന്നെ രക്ഷപ്പെടുത്താം. നീ ഇങ്ങനെ മിണ്ടാണ്ടൊരു കാര്യമില്ല. നീ പറയ്, നീ എന്തിനാ കുട്ടീനെ കൊന്നേ? നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നില്ലേ? നീ പൊക്കോ, ഇല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊല്ലും. എനിക്ക് നിന്നോടാണ് സംസാരിക്കണ്ടേ, അവനോടാണ്. എടാ ധീരജ, നിന്നെ കൺട്രോൾ ചെയ്യണത് വേറെ ആൾക്കാരാണ്. നീ ഇങ്ങനെ പേടിക്കല്ലേ, ഞാനുണ്ട് നിന്റെ കൂടെ. നീ പൊക്കടാ, നീ പൊക്കോ. എന്നെ ആർക്കും സഹായിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നിന്നെ അവര് കൊല്ലും. ആര് കൊല്ലും? നീ എന്തിനെ പേടിക്കണേ? നിനക്കെന്താടാ കാര്യം പറഞ്ഞ മനസ്സിലാവില്ലേ? ഇതാ നിനക്കുള്ള ലാസ്റ്റ് വാണി. എനിക്ക് നിന്നോടല്ല സംസാരിക്കാനുള്ള, ധീരജിനോടാണ്. എടാ, നിനക്കെന്താ കാര്യം പറഞ്ഞ മനസ്സിലാവാതെ? ഇതെന്റെ വിധിയാ. നീ ഇവിടുന്ന് പൊക്കോ. നീ എങ്കിലും എന്നെ സഹായിക്കാന്ന് പറഞ്ഞില്ലടാ, അത് മതി. നീ ഒന്ന് പോ, അല്ലെങ്കിൽ നിന്റെ വിധി എന്നേക്കാളും മോശമായിരിക്കൂടാ. ഇങ്ങനെ ഇട്ടിട്ട് പോകാനാണെങ്കിൽ എനിക്കിങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ. എനിക്കറിയാം നിനക്ക് അങ്ങനെ നമ്മളെ കൊല്ലാൻ പറ്റില്ലെന്ന്.
അവളെങ്ങനെയാണ് ഞാൻ കൊല്ല? അവളെന്റെ എല്ലാമായിരുന്നു. അവളോടൊപ്പം എന്തോരം ഞാൻ സ്വപ്നം കണ്ടതെന്നറിയോ? പക്ഷെ അവൻ ആരടാ? നീ ധൈര്യായി പറയ്. ആന്റണി. നീ തീർന്നടാ, നീ തീർന്നു. ആന്റണി നിന്നെ കൊല്ലും, എല്ലാവരെയും കൊല്ലും. നമുക്ക് ശരിയാക്കാം. എങ്ങനെടാ? എനിക്കെന്നെ വിശ്വാസം ഉണ്ടാ? ആരും എന്ത് ചോദിച്ചാലും ആന്റണിയാന്ന് പറഞ്ഞാ മതി. ബാക്കി കാര്യങ്ങൾ ഞാൻ ഏറ്റു. ഡയലിവിനെ സുഖാണോ? പിന്നല്ല. നിനക്കിപ്പോ എങ്ങനെയാ? കൊഴപ്പില്ലടാ. ഡാമല്ലേ വിളിച്ചു കിട്ടണല്ലോടാ, കൊറേ നാളായാലും ട്രൈ ചെയ്യണ്. അവൻ ഹോംവർക്ക് ഒക്കെ ചെയ്തായിരുന്ന? ആ, നീ ഇവിടെ ഇരിക്കണ്ടായിരുന്ന? ഡാ അമലെ. അമല? അതാരാ? നീ അല്ല അമല്, പിന്നല്ലാണ്ടാരാ? ഇപ്പോഴത്തെ പിള്ളേക്കാൻ അറിയാൻ വഴിയില്ല. കാരണം പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരാളാ, പേര് ആന്റണി. നിങ്ങൾക്കൊക്കെ സന്തോഷമായി ഉണ്ടാവില്ലേ? കാരണം വീട്ടിൽ രക്ഷപ്പെട്ടല്ലോ. പക്ഷെ അവൻ രക്ഷപ്പെട്ട് അമ്മനെ വെച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരാം. നീയൊക്കെ ആന്റണിയുടെ പിള്ളേരെ കളി കണ്ടിട്ടുള്ളൂ, ആന്റണിയുടെ കളി കണ്ടിട്ടില്ലേ? അമലെ, ഡാ നിനക്ക് എന്തിന്റെ കേടായിരുന്നു? വെറുതെ ധീരജിന് പിന്നാലെ പോവാണ്ട് ഇപ്പൊ എന്തായി? ഒരു തെറ്റും ചെയ്യാത്തവനെ നിങ്ങളെല്ലാരും കൂടി പ്രാന്തനും കൊലപാതകമൊക്കെ ആക്കിയില്ലേ? എല്ലാവരും അവനെ ഇട്ടിട്ട് പോയതുപോലെ എനിക്ക് പോകാൻ പറ്റില്ലടാ. വീട്ടുകാരും നാട്ടുകാരും എന്തിന് സ്വന്തം കൂട്ടുകാർ പോലും ഉപേക്ഷിക്കുമ്പോൾ ഒരു വേദന ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത വേദനടാ. എടാ, എനിക്കവനെ അറിയണ പോലെ വേറെ ആർക്കും അവനെ അറിയില്ലടാ. അവളെ അത്ര ഇഷ്ടായിരുന്നു. അവനെ കൊണ്ടൊന്നും പറ്റില്ലടാ. ഇതിപ്പോ എനിക്ക് കിട്ടിയതായാലും നന്നായി. എനിക്ക് പിന്നെ ആലില്ലാത്തോണ്ട് കുഴപ്പമില്ലല്ലോ. അവനെന്തിനാണ് എനിക്ക് വേണ്ടി ചെയ്തത്? എടാ, കഴിഞ്ഞ 6 മാസമായിട്ട് എന്റെ പിന്നാലെ നിരീക്ഷിക്കാൻ വേണ്ടി. എടാ നീ കാര്യല്ലേ? സന്തോഷത്തിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യണേ. പിന്നെ ശരിയാണ് എങ്ങനെയാടാ? അവനിപ്പോ എവിടെയാടാ? അങ്കിളെ, ഞങ്ങൾ അമലിനെ പറ്റി ചോദിക്കാനാ വന്നേ. അവന്റെ ട്രീറ്റ്മെന്റ് നടന്നോണ്ടിരിക്കുകയാണ്, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. അങ്കിളെ, ഇത് പകരാനായിട്ട് സാധാ പനിയൊന്നല്ലല്ലോ. അത് ശരിയാണല്ലോ. എടാ, നിങ്ങളുടെ സംശയങ്ങൾ എനിക്ക് മനസ്സിലായി. ഇതിങ്ങനെയാവുന്ന എനിക്ക് മുമ്പേ അറിയായിരുന്നു. അത് അങ്കിളിനെ എങ്ങനെ അറിയാ? ഡാ, ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവന്റെ അങ്കിളോ റിലേറ്റീവ് ഒന്നുമല്ല. ഞാൻ അവനെ ആദ്യമായിട്ട് കാണുന്നത് 11ാം വയസ്സിലാണ്. ചെറുപ്പത്തിലുള്ള അവൻ്റെ അമ്മയുടെ മരണവും രണ്ടാനമ്മയുടെ അബ്യൂസും കാരണം അവനെ മെന്റലി അൺസ്റ്റേബിൾ ആയിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നീട് അവൻ്റെ സ്കൂൾ ലൈഫ് മുഴുവൻ എൻ്റെ പോയിരുന്നു. പയ്യെ ഞാൻ അവൻ്റെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നായിരുന്നു. പക്ഷെ അവനിപ്പോഴും ഒറ്റയ്ക്കാവുമ്പോൾ അവനിപ്പോഴും ഒറ്റപ്പെടലും ഡിപ്രഷനൊക്കെ തോന്നും. നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല, അവനിപ്പോഴും ഡിപ്രഷനിലെ മരുന്ന് കഴിക്കുന്നുണ്ട്. ആങ്കളെ, ആ മരുന്ന് കഴിക്കുന്ന കണ്ടിട്ടുണ്ട്. ചോദിക്കുമ്പോൾ അവൻ പറയും കാൽഷ്യം കൂടെയുള്ള മരുന്നാന്ന്. ഞാനാ പറഞ്ഞവനോട് ആർക്കും പറയേണ്ടത്. അവൻ നിന്റെയും ആന്റണിയുടെ ഒക്കെ പുറകെ നടന്ന് ലൈഫ് എങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് തന്നെയായിരുന്നു എൻ്റെ പേര്. അമ്മൻ്റെ കേസിൽ അവൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് അവൻ ഫുള്ളി റിക്കവേർഡ് ആയിരുന്നു. അതുകൊണ്ടാണ് അവൻ ഈ അവസ്ഥയിലെത്തിയത്. അല്ലെങ്കിൽ അവനിപ്പോ
ഹലോ, അയാൾ തിരിച്ച് ഞാനൊരു അർജന്റ് കാര്യം പറയാൻ വിളിച്ചു. അമ്മനോട് കാണാനില്ല. നിങ്ങളെല്ലാവരും സൂക്ഷിച്ചു. ഭീകരഭൂതമതേ കാതം നീറ്റണു തീയത് നീട്ടിടുകാതരമേ.